ഞാൻ ഡോക്ടർ PP നായർ, കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, SP ഫോർട്ട് ഹോസ്പിറ്റൽസ്. പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് സാധാരണ പറയുന്ന അസുഖം വളരെ പലർക്കും ഉള്ള ഒരു പ്രയാസമാണ്. സാധാരണ മോഷൻ പോകുമ്പോൾ ഉള്ള പ്രയാസവും രക്തം പോക്ക്, മോഷനിൽ കൂടെ രക്തം പോക്കുക, പിന്നെ എന്തെങ്കിലും തള്ളി വരിക, മോഷൻ പോകുമ്പോൾ മുക്കുമ്പോഴോ ഒക്കെ തള്ളി വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ. ഈ അസുഖത്തിന് പല തരത്തിലുള്ള ചികിത്സകളും ഉണ്ട്. ഇതിന് യൂഷ്വലി 3-4 സ്റ്റേജസ് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. സ്റ്റേജ് 1 അല്ലെങ്കിൽ ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി, ഇങ്ങനെ 4 ലെവൽ ഓഫ് അസുഖങ്ങളാണ് ഇതിനുള്ളത്. ഈ ഏർലി സ്റ്റേജ്, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രിയിൽ മിക്കവാറും ചെറിയ ഓപ്പറേറ്റീവ് പ്രൊസീജിയർ കൊണ്ട് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്ക്ലെറോതെറാപ്പി മുതലായ ചെറിയ പ്രൊസീജിയറുണ്ട്, അല്ലെങ്കിൽ ബാൻഡിങ്, ഇങ്ങനെയുള്ള ചെറിയ പ്രൊസീജിയർ കൊണ്ട് അത് ഭേദപ്പെടുത്താൻ സാധിക്കും. മിക്കവാറും ലേറ്റ് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ തേർഡ് ആൻഡ് ഫോർത്ത് ഡിഗ്രി ഓപ്പറേഷൻ തന്നെയാണ് പ്രധാന ചികിത്സാ വിധി. പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഇന്ന് നിലവിലുണ്ട്. ഒന്ന്, സാധാരണയായി ചെയ്യുന്ന ഹെമറോയിഡക്ടമി അല്ലെങ്കിൽ ലൈഗേഷൻ ആൻഡ് എക്സിഷൻ ഓഫ് ദി പൈൽ മാസസ്. അത് ഒരു മുറിവുണ്ടാക്കി ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പൈൽസിന്, ഓരോ സ്ഥലത്തുള്ള പൈൽസിനെയും പ്രത്യേകം ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതിന് കുറച്ച് വേദനയും അല്പം രക്തം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാം. പക്ഷേ എന്നാലും പൂർണ്ണമായി അതിന് കംപ്ലീറ്റായിട്ട് റിലീഫ് തരുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ്. രണ്ടാമത് ഉള്ള ഓപ്പറേഷൻസ് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി, കുറേ കൂടെ മിനിമലി ഇൻവേസീവ് എന്ന് പറയുന്നത്, അതായത് ലെസ് ട്രോമാറ്റിക് മിനിമലി ഇൻവേസീവ് സർജറിയാണ്. അതിൻ്റെ പേര് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി. ഒരു പ്രത്യേകതരം സ്റ്റേപ്ലർ ഉപയോഗിച്ച് ഓപ്പറേഷൻ പൈൽസിൻ്റെ മുകളിൽ ഒരു ഭാഗം റിസെക്റ്റ് ചെയ്ത് കളയുന്നതാണ്. മൂന്നാമത്, അത് റിലേറ്റീവ്ലി പുതിയതായിട്ടുള്ള ഈ പ്രക്രിയയാണ് ഹാൾഡ്രാർ അഥവാ ഹെമറോയിഡൽ ആർട്ടറി ലൈഗേഷൻ ആൻഡ് റെക്ടോ ഏനൽ റിപ്പയർ എന്ന പ്രക്രിയ. ഈ ഓപ്പറേഷൻ കൊണ്ട് പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നാം മുറിവൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസിലേക്ക് വരുന്ന രക്തക്കൊഴലുകളെ ഒരു പ്രത്യേക അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്തിട്ട് അത് ലൈഗേറ്റ് ചെയ്യുകയാണ്. അതിനെ കെട്ടി ആ രക്തഓട്ടം നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പൈൽസ് പെട്ടെന്ന് തന്നെ ചുരുങ്ങി അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി പൈൽസ്, അതായത് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന പൈൽസ് ആണെങ്കിൽ ഇതിന് റെക്ടോ ഏനൽ റിപ്പയർ എന്ന ഒരു പ്രക്രിയ, അതായത് പ്രത്യേകതരം തുന്നലിട്ട് ഈ പൈൽസ് മാസിനെ ഉള്ളിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയുടെ പ്രധാനം യാതൊരു ഇൻസിഷൻ അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്നില്ല. അതുമാത്രമല്ല, ഇത് വേദനരഹിതമായ ഒരു സർജറിയാണ്. പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്താൽ ഓപ്പറേഷൻ ചെയ്ത അടുത്ത ദിവസം തന്നെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ പൈൽസിൻ്റെ എല്ലാ സർജറിയും വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും രക്തരഹിതമായ ഒരു സർജറിയാണ്. അതുമാത്രവുമല്ല, പേഷ്യൻറ്റിന് ഏറ്റവും കുറച്ച് നിസ്സാരമായ ട്രോമ മാത്രമേ പേഷ്യൻ്റ് അനുഭവപ്പെടുന്നുള്ളൂ. വേദന കാര്യമായിട്ടല്ലെങ്കിൽ ഒട്ടും തന്നെയും ഇല്ലായിരിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും 2-3 ദിവസം കഴിഞ്ഞ് പേഷ്യൻറ്റിന് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും.